നാഥനായ ഈശോയെ, അങ്ങയുടെ അനന്തമായ കരുണയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ജൂൺ മാസത്തിന്റെ ആരംഭ ദിവസത്തില് ഞങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടെ അങ്ങ് ഒരുമിച്ച് കൂട്ടിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി തുറക്കപ്പെട്ട അങ്ങയുടെ തിരുവിലാവിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുറവുകളോടുകൂടെ, ഞങ്ങൾക്ക് അങ്ങ് നൽകിയ എല്ലാ കൃപകളോടും കൂടെ, ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളോടുകൂടെ, ഞങ്ങളുടെ ആകുലതകളോടുകൂടെ കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ അയോഗ്യതകളെ അങ്ങയുടെ കരുണയാൽ, അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാൻ, ലോകത്തിന് അങ്ങയുടെ സാക്ഷിയാകുവാൻ ഞങ്ങൾക്ക് അവയെല്ലാം യോഗ്യതകളാക്കി മാറ്റണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്കും വിശുദ്ധ ഔസേപ്പിതാവേ, അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്കും ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരെ, ഒരുമിച്ച് കൂടാൻ വേണ്ടി തിരക്കിട്ട് ഓരോന്ന് ചെയ്യുന്ന ഓരോരുത്തരെയും, കൂടാൻ പറ്റാത്തവരെയും എല്ലാം, അവരുടെ കുടുംബങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയെല്ലാം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിന്റെയും പ്രത്യേക സംരക്ഷണത്തിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ കൂട്ടായ്മയോടുകൂടെ നിന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർന്നിരിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥതയിൽ നമ്മുടെ കുടുംബങ്ങളിലെ ഓരോ നിയോഗങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ലിയോ 14 മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ ഓരോരുത്തരുടെയും മെത്രാന്മാരെയും ഇടവക വികാരിമാരെയും നമ്മുടെ കൂടെയുള്ള വൈദികരുടെയും എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പം കടന്നു വന്നിരിക്കുന്നവരൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറെ പേരൊക്കെ വോയിസ് ഇട്ടും എല്ലാം കേട്ടു. ഇതൊക്കെ കേൾക്കുന്നത് എനിക്ക് ഒരുപാട് ഉപകാരമാവുന്നുണ്ട്. കാരണം ആ ചിന്തകളിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു വരാനും അതില് കൂടുതൽ, അതായത് നമ്മൾ ഒരു കാര്യം തന്നെ കൂടുതൽ പ്രാവശ്യം ചിന്തിക്കുമ്പോൾ അതിലും നമുക്കൊരു ഉറപ്പ് കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും അതൊരു സഹായമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. നമുക്ക് അപ്പം 3-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം അല്ലെ. ആത്മാവിന്റെ നേട്ടങ്ങളും പ്രാർത്ഥനയും. അതിന്റെ ആദ്യത്തെ ഭാഗം ആരെങ്കിലും ഒന്ന് വായിക്കുമോ? ആദ്യത്തെ ഭാഗം വായിക്കുന്ന ആള് തന്നെ ആ 2-ാമത്തെ പാരഗ്രാഫും കൂടെ ഒന്ന് വായിക്കണം കേട്ടോ. ആദ്യത്തെ നിർത്തിയിട്ട് 2-ാമത്തെ പാരഗ്രാഫ് വായിക്കാം. അപ്പൊ ആരെങ്കിലും ഒന്ന് വായിക്കുമോ? ആത്മാവിന്റെ നേട്ടങ്ങളും പ്രാർത്ഥനയും. ആത്മാവിന്റെ ഏറ്റവും വലിയ നേട്ടം നിരന്തരമായ പ്രാർത്ഥനയിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത്. അത് മാലാഖമാരുടെ നിരന്തരമായ ഭക്ഷണവും ആസ്വാദ്യകരമായ സത്തയിലുള്ള പരിപോഷണവുമാണ്. അത് ആത്മാവിനെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ലളിതമാക്കുകയും ചെയ്യുന്നു. അത് നമുക്ക്
ആത്മാവിന്റെ അതായത് ആത്മാവിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ്. അതായത് നമ്മുടെ ശരീരം, അതായത് നമ്മുടെ ശരീരമല്ല, നാം ആകുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, അല്ലെങ്കിൽ മനസ്സ് മാത്രമല്ല, ആത്മാവും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ശരീരത്തിന്റെ കാര്യങ്ങള് നിരന്തരം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമ്മൾ പരിപോഷിപ്പിക്കാറുണ്ട്. 3 നേരം മിനിമം ഭക്ഷണം കഴിക്കാറുണ്ട്. പിന്നെ മാക്സിമം എത്രയാണെന്ന് നമുക്കറിയില്ല ഓരോരുത്തരുടെ. പിന്നെ എന്താണ്, അത് വൃത്തിയാക്കാനായിട്ട് കുളിക്കുക, പല്ല് തേക്കുക, ഇതെല്ലാം നമ്മൾ ശരീരത്തിന്റെ കാര്യത്തിന് നമ്മൾ ഒരിക്കലും ഒരു വീഴ്ച വരുത്താറില്ല. പക്ഷെ മനസ്സിന്റെ കാര്യത്തിലാണെങ്കിലും, മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം തട്ടിയാല് നമ്മൾ ആരെങ്കിലും വിളിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതൊക്കെ നമ്മൾ അന്വേഷിക്കും. മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ അത് നമ്മൾ മുഖത്ത് കാണുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും. പക്ഷെ ആത്മാവിന്റെ കാര്യം നമ്മൾ തന്നെ നോക്കണം. അതായത് അത് ആത്മാവിന് വിഷമം ഉണ്ടെങ്കിൽ, നമ്മളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് വിഷമിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രം അറിയുള്ളൂ, നമുക്കും പരിശുദ്ധാത്മാവിനും അറിയുള്ളൂ. അപ്പം അതിന്റെ കാര്യത്തില് നമ്മള് തന്നെ വ്യക്തമായ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് നിരന്തരമായ പ്രാർത്ഥനയിൽ നിന്നാണ് ആത്മാവിന്റെ വലിയ നേട്ടങ്ങൾ കൈവരുന്നത്. ഈ നിരന്തരമായ പ്രാർത്ഥന മാലാഖമാരുടെ നിരന്തരമായ ഭക്ഷണവും, അതായത് നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മാലാഖമാരുടെ നിരന്തരമായ ഭക്ഷണമാണ് നമ്മുടെ പ്രാർത്ഥനകള്. അവർക്ക് ഉന്മേഷം കിട്ടുന്നത്, അവര് കൂടുതൽ പ്രചോദിപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന മൂലമാണെന്ന്. അത് ആത്മാവിനെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ലളിതമാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആത്മാവിന്, അതായത് എന്താണ് പറയുന്നത്, കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്ന, അത് അങ്ങനെയല്ല പറയേണ്ടത്. ശരിക്കും ചാരം ആയി പോയ നമ്മുടെ ആത്മാവില് ഉജ്ജ്വല വെളിച്ചം, ആ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ തീക്കട്ടയാണ്. ആ തീക്കട്ട പക്ഷേ ചൂട് മാറി അതിന്റെ തീയെല്ലാം പോയി ഒരുപക്ഷെ കൽക്കരി പോലെ ആയിട്ടുണ്ടാവും. അപ്പം അവിടെ എല്ലാം നമ്മുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ് നമ്മുടെ ആത്മാവിന്റെ ശക്തി കേന്ദ്രം. തുടർന്ന് വായിച്ചോളൂ. അലസതയ്ക്കും നിഷ്ക്രിയത്വത്തിനുമെതിരെ ആത്മാവ് ഒരിക്കലും അലസതയിലേക്കോ നിഷ്ക്രിയത്വത്തിലേക്കോ പോകരുത്. അങ്ങനെയാകുമ്പോൾ ദൈവത്തിൻ്റെയും അവിടുത്തെ സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലേക്കുള്ള അനായാസമായ അടുപ്പവും അവരുമായി വളരെ അടുപ്പത്തിൽ, അതായത് ഇഴുകിച്ചേർന്ന് പെരുമാറുവാനും സംസാരിക്കുവാനും എപ്പോഴും കൂടുതൽ കൃപകൾ സ്വീകരിക്കുവാനും ആത്മാവിന് കഴിയുന്നു. അതായത് നമ്മുടെ ആത്മാവ് നിഷ്ക്രിയത്വത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അതായത് ആത്മാവ് നമ്മൾ ആരെയും വിധിക്കാൻ പാടില്ല. പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാം, ചിലരുടെയൊക്കെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ ആത്മാവ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലെന്ന്. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ ആത്മാവും നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ആ ആത്മാവിനെയും പരിപോഷിപ്പിക്കണം. ആ ആത്മാവാണ് നിത്യമായ ജീവനുള്ളത്. അതാണ് ഈ ശരീരം കടന്നു പോകുന്നതാണ്. ശരീരം ശ്വാസം നിന്ന് കഴിഞ്ഞാലും മണ്ണിനോട് ചേരും, മണ്ണായിത്തീരും. പക്ഷെ ആത്മാവാണ് ദൈവത്തിൽ നിന്ന് വന്നതും ദൈവത്തിലേക്ക് പോകേണ്ടതും. പക്ഷെ നമുക്ക് അത് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിലരുടെ കാര്യം എന്ന് പറഞ്ഞത്. അതായത് ചില മനുഷ്യരുടെയൊക്കെ, ലൗകികരായ മനുഷ്യരെയൊക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും അവര് ശരീരത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ശരീരത്തെക്കുറിച്ച് മനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു ആത്മാവുണ്ടെന്നോ ആ ആത്മാവിന് ജീവൻ ഉണ്ടാകണമെന്നോ ആ ആത്മാവിനെ കൂടുതൽ പോഷിപ്പിക്കണം അങ്ങനെയൊന്നും ചിന്തിക്കാതെ ജീവിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു നിഷ്ക്രിയത്വത്തിലേക്ക് നമ്മൾ പോവരുത്. അങ്ങനത്തെ നിഷ്ക്രിയത്വത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലെ ദൈവം ഇട്ടിരിക്കുന്ന ആ തീക്കട്ട വെറും കരിക്കട്ടയായി തീരും. എന്നാലും നമ്മൾ ജീവിക്കും, നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അത് നമ്മുടെ ശ്വാസം തീരുന്നതോടെ അതെല്ലാം അവസാനിക്കും. അപ്പൊ ഇവിടെ പറയുന്ന പകരച്ചൻ പറയുവാണ്,
അതായത് ദൈവത്തിന്റെയും അവിടുത്തെ സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലേക്കുള്ള അനായാസമായ അടുപ്പം, അവരുമായിട്ട് ഇഴുകിച്ചേർന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമ്മുടെ മുന്നേ നടന്നു പോയ ആൾക്കാരാണ്. നമ്മളെ പോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹനങ്ങളും കുരിശുകളും ഒക്കെ നമ്മളെ പോലെ തന്നെ ഏറ്റെടുത്ത് നമ്മുടെ മുന്നിൽ നടന്നു പോയ ആൾക്കാരാണ്. അപ്പൊ അവര് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, അവര് നമുക്ക് മാതൃക തരുന്നുണ്ട്. അപ്പൊ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് അതിനാണ് അവരെ അറിയുകയും അവരുമായിട്ടുള്ള ജീവിതത്തിന് ഒരു കൂട്ടുകൂടുക, അവരുമായിട്ടുള്ള സൗഹൃദമൊക്കെ വളർത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ പഠിപ്പിച്ചു തരും. അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ, അവരുടെ ജീവിത സാക്ഷ്യത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ഈശോന് ഈ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ രോഗങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ കടബാധ്യതകളിലും ഒക്കെ എങ്ങനെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് അവര് കാണിച്ചു തരും. അപ്പൊ അവരുമായിട്ടുള്ള ഒരു ബന്ധം അല്ലാതെ, അതായത് ആത്മീയ കൂട്ടുകാരില്ലാത്ത, നമ്മുടെ കൂട്ടുകാർ മുഴുവൻ ഈ ലോകത്തിലുള്ളവർ മാത്രമാണെങ്കിൽ നമുക്ക്, കാരണം ഈ ലോകത്തിലുള്ളവർക്ക് അവരും നടക്കുന്ന ആൾക്കാരാ. അതായത് ഒരു യാചകൻ മറ്റേ യാചകന്റെ ആശ്രയത്വത്തിൽ നിൽക്കുന്ന പോലെയാ. ഇയാള് യാചകൻ, അതിന്റെ കൂടെ നിൽക്കുന്ന ആള് യാചകൻ, എന്നിട്ട് ഈ യാചകൻ മറ്റേ യാചകന്റെ എന്താണ് ലീഡർഷിപ്പിൽ നടന്നു പോയി കഴിഞ്ഞാൽ അവർ എവിടം വരെ എത്തും? അവർക്ക് എവിടെ എത്താൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നിഷ്ക്രിയത്വം, അതായത് ആത്മാവിനെ പരിപോഷിപ്പിക്കാനുള്ള ആ ഒരു വിശുദ്ധരുമായിട്ടുള്ള വിശുദ്ധര് ജീവിക്കുന്ന വിശുദ്ധരുമുണ്ട് നമുക്ക്. നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരൊക്കെ ഉണ്ട് നമുക്ക്, അവരുമാകാം. പക്ഷെ ആ ആത്മീയ നേതൃത്വത്തിന്റെ കൂട്ടായ്മയിൽ ഇഴുകിച്ചേരാതെ നമ്മൾ നിഷ്ക്രിയത്വത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റൂല. നമ്മുടെ ആത്മാവിന് വേണ്ട രീതിയിൽ പരിപോഷിപ്പിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് അവരുമായിട്ട് വളരെ അടുപ്പത്തിൽ പെരുമാറാനും സംസാരിക്കാനും എപ്പോഴും കൂടുതൽ കൃപകൾ സ്വീകരിക്കാനും ആത്മാവിന് കഴിയുന്നത് ഈ ആത്മീയ കൂട്ടായ്മയിൽ നിൽക്കുമ്പോഴാണെന്ന്. വേറെ ആരെങ്കിലും വായിക്കോ അടുത്ത ഭാഗം? എങ്ങനെയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? നാം മുട്ടുകുത്തി നിൽക്കുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, മറ്റെല്ലാ സമയങ്ങളിലും മനസ്സും ഹൃദയവും നല്ലത് ചിന്തിക്കുകയും നന്മ മാത്രം ആഗ്രഹിക്കുകയും ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഉത്സാഹിക്കുമ്പോഴുമെല്ലാം ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. പരിത്യാഗം ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ഉപകാരപ്രദവും സന്തോഷകരവും മനോഹരവുമായ കാര്യങ്ങളിൽ എപ്പോഴും മുഴുകിയിരിക്കാൻ ശക്തമായ മാർഗങ്ങളുള്ള ക്രിസ്ത്യാനി നിഷ്ക്രിയനായിരിക്കുക എന്നത് തീർത്തും അപമാനകരമാണ്. അപ്പൊ പറയുവാണ്, അപ്പൊ കാനച്ചൻ നമ്മളോട് പറയുന്നതാണ്, ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നോക്കൂ എത്ര വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. മറ്റെല്ലാ സമയങ്ങളിലും മനസ്സും ഹൃദയവും നല്ലത് ചിന്തിക്കുകയും നന്മ മാത്രം ആഗ്രഹിക്കുകയും ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഉത്സാഹിക്കുമ്പോഴും എല്ലാം ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. അതായത് നന്മ, കൃപ എന്നൊക്കെ പറയുന്നത് അത് ദൈവത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, എന്നോട് ആരെങ്കിലും പ്രാർത്ഥിക്കണം ട്ടോ എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാറൊന്നും ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അങ്ങനെയല്ല. എൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും ഓർക്കുന്നവരെയൊക്കെ സമർപ്പിക്കും. അല്ലാത്തവരെ പ്രാർത്ഥനയിലോ കുർബാനയിലോ ഒക്കെ നിൽക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ കാവൽമാലാഖനോട് പറയും, എൻ്റെ പ്രിയപ്പെട്ട കാവൽമാലാഖെ, ഇന്ന് ആരൊക്കെയോ ഒക്കെ എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നീ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കണേ എന്ന് പറയാം. ഇനി അത് അങ്ങനെ പോലും പറയാത്ത സമയങ്ങളിൽ പോലും അങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നവര് താങ്ക് യു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവിടെ എൻ്റെ അല്ല, അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു ആഗ്രഹം, നമ്മളോട് പ്രാർത്ഥന ചോദിച്ച അല്ലെങ്കിൽ അവരുടെ ഒരു വേദന നമ്മളോട് പറഞ്ഞവരെ കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹന്റെ ഈശോ, അപ്പൊ ആ കേൾക്കുമ്പോ തന്നെ കർത്താവേ അവരെ അനുഗ്രഹിക്കണേ, അവരുടെ കാര്യം ഒന്ന് നോക്കണേ എന്നുള്ള നമ്മുടെ ആ ഒരു ആ ചിന്ത തന്നെ ദൈവം പ്രാർത്ഥനയായിട്ട് എടുക്കുക. അതായത് നന്മ ചിന്തിക്കുന്നത്, ഇവിടെ നന്മ എന്ന് പറയുന്നത് ശരിക്കും അതായത് ആ ഒരു
എന്താണ് ഇറ്റാലിയനിലൊക്കെ പറയുമ്പോഴേക്കും അതിൻ്റെ ഇത് നമുക്ക് കുറെ കൂടെ മനസ്സിലാവും. കാരണം ഇത് ബുക്ക് ഇറ്റാലിയനിൽ നിന്നാണല്ലോ. ഈ നന്മ എന്ന് പറയുന്നത് ദൈവമാണ് നല്ലവൻ എന്ന് മറ്റേ ഇതിൽ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, ഈശോ പറയുന്നുണ്ടല്ലോ, ദൈവം മാത്രം നല്ലവനായിരിക്കും, നീ എന്തുകൊണ്ട് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നു എന്ന് ഈശോ ആരാണ് ഫരിസേയനോട് മറ്റേ എന്താണ് ലോയർ നിയമജ്ഞനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നന്മ അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്നത് അത് ദൈവം തന്നെയാണ്. ആ നന്മയുടെ ഭാഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് ചിന്തകളായിട്ടും വാക്കുകളായിട്ടും പിന്നെ പ്രവൃത്തികളായിട്ടും എല്ലാം. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെയാണെന്ന്. പരിത്യാഗം ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ഉപകാരപ്രദവും സന്തോഷകരവും മനോഹരവുമായ കാര്യങ്ങളിൽ എപ്പോഴും ഒഴുകിയിരിക്കാൻ ശക്തമായ മാർഗങ്ങളുള്ള ക്രിസ്ത്യാനി നിഷ്ക്രിയനായിരിക്കുക എന്നത് തീർത്തും അപമാനം. അതായത് നമ്മളെ സംബന്ധിച്ച്, ഈശോയെ അറിഞ്ഞ ഒരാളെ സംബന്ധിച്ച് നമുക്ക് ബോറടിക്കേണ്ട ആവശ്യമില്ല, ബോറടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ദൈവിക കൂട്ടായ്മയിലാണ്, വിശുദ്ധരുടെ കൂട്ടായ്മയിലാണ്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിരിക്കുന്ന എല്ലാവരുടെയും കൂട്ടായ്മയിലാണ്. അപ്പൊ നമുക്ക് എൻ്റെ കൂടെ ഒരാളെ ഞാൻ കണ്ടാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഈശോ പറയുന്ന, ഞാൻ നിങ്ങളോട് കൂടെ ലോക അവസാനം വരെ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിന് ഈശോ വാഗ്ദാനം ചെയ്തിട്ട് പറയാണ്, നിങ്ങളോട് കൂടെ എന്നും ആയിരിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും വേറൊരു സഹായകനെ അയച്ചു തരുന്നു. പിതാവ് അപ്പനായ നമ്മുടെ ദൈവപിതാവ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഒന്നുമില്ലെങ്കിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മ തന്നെ നമുക്കുണ്ട്. പിന്നെ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധരുടെ കൂട്ടായ്മയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. അപ്പൊ പിന്നെ ഏത് സമയത്തും, ഏത് ദുഃഖം വരുമ്പോഴും, ഏത് കഷ്ടങ്ങൾ വരുമ്പോഴും, എന്ത് വരുമ്പോഴും ഈശോ നമുക്ക് തന്നിരിക്കുന്ന വചനമാകുന്ന ഈശോ നമുക്ക് തന്നിരിക്കുന്ന ആ ജീവന്റെ വചനത്തില് നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടാതിരിക്കും? ഒരു കാര്യത്തിന് ഉത്തരം കിട്ടാതില്ല. ഈ ലോകത്തിന് തരാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം ദൈവവചനത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതം ബോറടിക്കുന്ന, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ എനിക്ക് ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നിരാശയിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപമാനകരമാണെന്നാണ് പറയുന്നത്. ചില സൈക്കോളജിസ്റ്റുകളൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ചില ഫിസിഷ്യൻസ്, ഡോക്ടേഴ്സ് തന്നെ വിശ്വാസമുള്ളവർ പറയാറുണ്ട്, നിങ്ങളുടെ ദൈവം ശക്തനായ ദൈവമല്ലേ, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലാണ് കിട്ടാത്തത് എന്ന് വിശ്വാസം. അതായത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം തന്നെയല്ല, പക്ഷെ അവർക്ക് അറിയാം ദൈവം, അതായത് നമ്മുടെ ക്രിസ്തു ദൈവമാണ്. ദൈവം നമ്മുടെ കൂടെ എപ്പോഴും, അതായത് ഏത് സാഹചര്യത്തിലും, എത്ര വലിയ നമ്മുടെ ദൈവത്തിന് ഒരു അത്ഭുതം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വലിയ കാര്യം ഒന്നുമല്ല. മാതാവിനോട് പറഞ്ഞില്ലേ, ശരിക്കും മാതാവിനോട് പറഞ്ഞത് ഞാൻ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾക്ക് റിക്കളക്ഷൻ ഉണ്ടായിരുന്നു. അതായത് മന്ത്ലി ഞങ്ങൾക്ക് മാസധ്യാനം എന്ന് പറയുന്നത്. ഈ മാസധ്യാനത്തിന് പോയപ്പോഴത്തേക്കും ഇന്റലിജന്റ് ഡിസേൺമെന്റ് എന്നായിരുന്നു അതിന്റെ വിഷയം. അതായത് ബുദ്ധിപരമായ ഒരു വിവേചനം എന്ന് പറയാം. പക്ഷെ ബുദ്ധിപരമായ നല്ല, ശരിക്കും ഇന്റലിജന്റിന്റെ അർത്ഥം എന്താണ്, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ദാനം തന്നെയാണ് ഇന്റലിജൻസ്. ഇംഗ്ലീഷിൽ നമ്മളെ, മലയാളത്തിൽ അതിന് എന്താ പറയുന്നത് എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ആരെങ്കിലും എന്താ പറഞ്ഞോ? ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ? ബുദ്ധിന്ന് വേണ്ടെന്ന് തോന്നുന്നു അല്ലേ? ബുദ്ധിന്ന് തന്നെയല്ലേ പറയുന്നത്? പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനം, ജ്ഞാനം.
ജ്ഞാനം, ബുദ്ധി, ബുദ്ധിയാ. ബുദ്ധിയുണ്ട്, ബുദ്ധിനെ കുറിച്ചാണ് അതെല്ലാം ഉണ്ട്, പറയുന്നത്. ബുദ്ധിയുണ്ട്. അപ്പൊ ഈ ബുദ്ധി, അപ്പൊ ഇന്റലിജന്റ് ഡിസേൺമെന്റിനെ കുറിച്ച് ഇങ്ങനെ അച്ഛൻ പറയുമായിരുന്നു. അച്ഛൻ അപ്പൊ അതിനെടുത്ത പാസേജ് നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തിനോട് മംഗളവാർത്ത ദൂതൻ ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്ന ആ വചനഭാഗമാണ്. പക്ഷെ അതില് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറിയത്തിനോട് മാലാഖ വന്ന് പറഞ്ഞത് ഒരു ഇമ്പോസിബിൾ തിങ് ആണ്, അതായത് ഒരിക്കലും നടക്കാത്ത. പക്ഷെ മറിയത്തിന് വേണമെങ്കിൽ ബുദ്ധി, അതായത് ലോകത്തിന്റെ ബുദ്ധിയിൽ ചിന്തിക്കായിരുന്നു. കാരണം മറിയം ഓൾറെഡി ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതായത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കണമെങ്കിൽ ഒരു പുരുഷന്റെ സാന്നിധ്യം ഇല്ലാണ്ട് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കൂല. അതിനു മുന്നേ നമ്മൾ കണ്ടത് സക്കറിയയ്ക്ക് ദേവാലയത്തിൽ വെച്ച് മാലാഖ, അതേ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിനക്ക് ഒരു പുത്രൻ ഉണ്ടാവുന്നു. അപ്പം ഗബ്രിയേൽ സക്കറിയ എന്താണ്, പുരോഹിതനാണ്, പ്രായം കവിഞ്ഞ പുരോഹിതൻ, അതായത് വർഷങ്ങളായിട്ട് ബലി അർപ്പിച്ച് വചനത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ്, പുരോഹിതനാണ്. എന്നിട്ടും അവന് അത് ഗ്രഹിക്കാൻ പറ്റിയില്ല. അവൻ പറഞ്ഞു ഇത് നടക്കൂല. പക്ഷെ വചനത്തിൽ ഒരുപാട് പ്രാവശ്യം കാണുന്നുണ്ട്. അബ്രഹാത്തിന് തന്നെ എന്നാ കുഞ്ഞുണ്ടായ 100 വയസ്സാവാൻ നേരത്ത്. അപ്പൊ ഇത് അസാധ്യമായ കാര്യമൊന്നുമല്ല. എന്നിട്ടും ഈ സക്കറിയ അവിടെ ശരിക്കും തോറ്റുപോവുക ചെയ്ത ദൈവത്തിന്റെ മുന്നില്, ദൈവത്തിന്റെ ആ അത്ഭുതത്തിന്റെ മുന്നില് സക്കറിയ തോറ്റു. പക്ഷെ ഇവിടെ നോക്ക്, 14 വയസ്സുണ്ടാവും മിക്കവാറും, 13-14 വയസ്സുള്ള ഈ പെൺകുട്ടി എന്നോട് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു നീ എന്താണ് ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ശക്തനായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ മറിയത്തിന്റെ ചോദ്യം, ഇത് എങ്ങനെ സംഭവിക്കും, ഇത് എങ്ങനെയാണ് സംഭവിക്കുക, അതായത് ഇത് അസാധ്യമാണെന്നോ അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷനും ഒന്നും നടത്തിയില്ല. അതായത് അതായത് ഔസപിതാവായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞുണ്ടാവുന്ന കാര്യമാണെന്നൊക്കെ വേണമെങ്കിലും മറിയത്തിന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ മറിയ അതൊന്നും ചിന്തിക്കാതെ അതായത് മറിയത്തിന്റെ ഡിസേൺമെന്റില് മറിയത്തെ സംബന്ധിച്ച് ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് മറിയം ആ ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ അങ്ങോട്ട് വ്യക്തമാക്കി തരുവാണ്. ഇത് എങ്ങനെ ഈ സംഭവിക്കാൻ പോകുന്ന കാര്യം അസാധ്യമാണെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മറിയത്തിന് അതൊന്നും ആകുലപ്പെടുത്തുന്നില്ല. മറിയം ചോദിക്കുന്ന ഇവിടെ എന്റെ ഭാഗതയം എന്താണ്, ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, അത്ര മാത്രം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പം ഞങ്ങക്ക് ധ്യാനം തന്ന അച്ഛൻ പറയുമായിരുന്നു, ഇതാണ് ശരിക്കും ബുദ്ധിപൂർവമായ ഒരു വിവേചനം. അതായത് ദൈവസന്നിധിയില് ഈ ശരിക്കും എന്നിട്ട് അച്ഛൻ ഞങ്ങളോട് പറയുമായിരുന്നു, നമ്മൾ വിചാരിക്കുന്ന പോലെ മറിയം ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗബ്രിയേൽ മാലാഖ വന്ന് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒന്നും അല്ല. അതായത് മറിയം സാധാരണ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു പെൺകുട്ടി സാധാരണ വെള്ളം കൊണ്ടുവരുവേ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുക, പാത്രം കഴുകുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മറിയത്തിന് ഒരു ദർശനം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അത് തീർച്ചയായിട്ടും ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞതാണ്. പക്ഷെ ആ ഗബ്രിയേൽ മാലാഖ ഏത് രൂപത്തിൽ വന്നു എന്നൊന്നും നമുക്കറിയില്ല. ഈ ഗബ്രിയേൽ മാലാഖ വന്ന് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയപ്പോഴേക്കും മറിയം അത് ഏറ്റെടുത്തിട്ട് ചോദിക്കുവാണ്, ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ഷുഡ് ഐ ഡു ഹിയർ. അതായത് ദൈവം ഇവിടെ ഒരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മറിയത്തിന്റെ അടുത്ത് വന്ന് നിൽക്കണേ. അവിടെ മറിയം ചോദിക്കുവാണ്, ഓക്കെ ദൈവത്തിന്റെ കാര്യം നടക്കട്ടെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, എന്റെ പാർട്ട് എന്താണ് ഇവിടെ, അത് മാത്രമാണ് മറിയം ചോദിച്ചത്. അപ്പൊ ഇത്രയും, അതായത് ഈ ഒരു നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അത് തന്നെ ദൈവത്തിന്, അതായത് മനുഷ്യനെ, ഒരു ക്രിസ്ത്യാനിക്ക്
ജീവിതത്തിൽ ബോറടിക്കുക അല്ലെങ്കിൽ നിരാശ തോന്നുക, ഇതൊക്കെ അപമാനകരമാണെന്ന് പകാനിയച്ചൻ പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യം ഇതാണ്. ശരിക്കും മറിയം നമുക്ക് വലിയൊരു മാതൃകയാണ്. അതായത് ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പൊ നമ്മള് അപ്പൊ അവള് ചോദിക്കരുത്, ഇത് നോക്ക്, ഞാൻ ഈ പീറ പെണ്ണ്, ഇത്രയും പ്രായമുള്ള ചെറിയ ആള്, ഞാൻ എന്ത് കാണിക്കാനാ, ഞാനാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? അങ്ങനെ ഒന്നുമില്ല. ദൈവം ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു കാര്യം എന്നെ അറിയിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഭാഗം എന്താണ് ചെയ്യേണ്ടത്, ഇത്രയും മാത്രമേ നമുക്കും ജീവിതത്തിൽ ചോദിക്കാനുള്ളൂ. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പദ്ധതി ഇടുമ്പോഴേക്കും, പദ്ധതി ഇട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, നമുക്ക് പ്രചോദനങ്ങൾ തരുമ്പോൾ, നമ്മളെ അങ്ങനത്തെ വലിയ സ്വപ്നങ്ങൾ തന്ന് നമ്മളെ വളർത്തുമ്പോൾ, ഉയർത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ വലിയ കൂട്ടായ്മയിലേക്കൊക്കെ വിളിക്കുമ്പോഴേക്കും നമ്മൾ ഇത്രയും മാത്രം ചോദിച്ചാൽ മതി, കർത്താവ് ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഭാഗതയെ എന്താണ് ഇവിടെ, അത് മാത്രം ചോദിച്ചാൽ മതി. അവിടെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കർത്താവ് ചെയ്യുന്നേ. കർത്താവിനൊന്നും ചെയ്യാനില്ലാഞ്ഞിട്ടില്ല. കർത്താവിന് പക്ഷെ നമ്മളുടെ ഒരു കയ്യൊപ്പ്, നമ്മുടെ ഒരു കൈ വേണം, നമ്മുടെ ഒരു കാല് വേണം, നമ്മുടെ ഒരു ചെവിയും മൂക്കും കണ്ണും നാക്കും ഒക്കെ വേണം. അത്രയും മാത്രം മതി. ബാക്കിയെല്ലാം ചെയ്യാനുള്ളതെല്ലാം കർത്താവ് ചെയ്തോളും. അപ്പം അതാണ് ഞാനിങ്ങനെ പറയുന്നത്. നമ്മൾ ഒരിക്കലും ക്രിസ്ത്യാനിക്ക് ഒരിക്കലും അസാധ്യമെന്ന്, ഏത് സാഹചര്യത്തിലും അസാധ്യം എന്ന് പറഞ്ഞ് പുറകിലോട്ട് തിരിയാനോ നിരാശപ്പെടാനോ ഇട്ടിട്ട് പോകാനോ ഇടയാവാൻ പാടില്ല. കാരണം അത് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു അപമാനകരമാണെന്ന്. ഓക്കെ, അടുത്ത ഭാഗം ആരെങ്കിലും ഒന്ന് വായിക്കോ? സമയം ക്രമീകരിക്കൽ. ഓരോരുത്തരും തങ്ങളുടെ സമയത്തെ രാത്രിയും പകലും നീതിയും യുക്തിയും ഉപയോഗിച്ച് സ്വന്തം ജീവിതാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിധം ജീവിതത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ പ്രിയങ്കരമായ പുണ്യപ്രവർത്തികളാൽ ക്രമീകരിക്കണം. അലസത കൂടാതെ പ്രവർത്തനങ്ങൾക്കും വിശ്രമത്തിനും സമയം കണ്ടെത്തണം. അലസത എപ്പോഴും ദുശീലങ്ങൾക്ക് വഴിതെളിക്കുന്നു. പ്രാർത്ഥനയ്ക്കും വായനയ്ക്കും വിശ്രമത്തിൽ ആത്മീയവും ലൗകികവുമായ പ്രവർത്തനങ്ങൾക്കുമായി ദൈവം നമുക്ക് ദാനമായി തന്നതാണ് സമയം. വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും നിമിഷങ്ങളും ഉപകാരപ്രദമായി വിനിയോഗിക്കണം. കാരണം സമയം തന്നവന് അവസാനം വളരെ അപ്രതീക്ഷിതമായ നമ്മുടെ മരണസമയത്ത് എല്ലാറ്റിനെയും കുറിച്ച് കൃത്യമായ കണക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ ആണ് പകാനീച്ചൻ തരുന്നത്. ഇത് ഇങ്ങനെ വായിക്കുമ്പോഴേക്കും ഞാൻ ഓർക്കാണ്, ശരിക്കും കുട്ടികൾക്ക് കാറ്റഗിസം എടുക്കുന്ന പോലെ പകാനീച്ചൻ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാണ്. പറയുവാണ്, നമ്മുടെ രാവും പകലും നമ്മുടെ ഓരോ പ്രവൃത്തിയും കൃത്യമായിട്ട് വേണ്ട രീതിയിൽ, അതായത് ഒരുപാട് ഉപവാസവും പരിഹാരവും ചെയ്ത് ശരീരത്തിനെ ഇല്ലാതാക്കി ആത്മാവിനെ അങ്ങ് സ്വർഗത്തിലേക്ക് ഉയർത്തണമെന്നൊന്നും അല്ല അച്ഛൻ പറയുന്നത്. അച്ഛൻ വളരെ പറയുന്ന ആ മിതത്വം എന്ന ആ പുണ്യം ശരിക്കും ഇവിടെ കാണിച്ചു തന്നിട്ട് പറയാണ്, നമ്മുടെ സ്വന്തം ജീവിതാവസ്ഥയ്ക്ക്. അതായത് ഇപ്പം ഒരു കുടുംബിനിയാണ്, ഒരു കുടുംബത്തിലെ അമ്മയാണ്. അപ്പൊ പറയാണ്, അയ്യോ ഞാൻ നിരന്തരം പ്രാർത്ഥിക്കാനാണ് പൗലോസ്ലീഹ പറഞ്ഞത്. കാരണം ഞാൻ മിനിമം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു വെച്ചിട്ട് ബാക്കി നേരം മുഴുവൻ പ്രാർത്ഥിക്കുന്നു. അതല്ല പകാനീച്ചൻ പറയുന്നത്, അങ്ങനെയല്ല. നമ്മുടെ ജീവിത അവസ്ഥ ഏത് അവസ്ഥയാണ്, ഞാനൊരു കുടുംബിനിയാണ്, അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായിട്ട് തന്നെ എല്ലാവർക്കും സന്തോഷകരമായ രീതിയിൽ ക്രമപ്പെടുത്തി, ആ ക്രമപ്പെടുത്തുമ്പോഴും എൻ്റെ മനസ്സ് സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ദൈവമാകുന്ന നന്മയിൽ ചേർത്ത് വയ്ക്കാൻ പറ്റണം. ഇനി ഞാനൊരു സമർപ്പിതയാണ്, എന്നെ പോലെ സിസ്റ്റർ ആണെങ്കിൽ എനിക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനുണ്ട്, അല്ലെങ്കിൽ ദൈവ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്തെടുക്കണം? ആ ദൈവകാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഇതൊക്കെ എന്നും ചെയ്യുന്ന കാര്യം, അതായത് എല്ലാ ദിവസവും പല്ല് തേക്കുന്ന പോലെ എല്ലാ ദിവസവും കുർബാനക്ക് ഒരു ചിന്തയില്ലാതെ കുർബാനയിൽ പങ്കെടുക്കരുത്. അപ്പൊ ഞാൻ ആ ഓരോ വിശുദ്ധ ബലിയും അർപ്പിക്കുമ്പോഴേക്കും, അതായത് ഓരോ നിമിഷവും അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട്, നമ്മൾ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനൊന്നും പോകണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ
ഒരുപാട് സ്നേഹം ഇടണം. സ്നേഹം, ദൈവത്തിനോടുള്ള സ്നേഹവും സഹോദരങ്ങളോടുള്ള സ്നേഹവും. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുമായിരുന്നില്ല, അതായത് ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, ചെറിയ സാധാരണ കാര്യങ്ങൾ അസാധാരണമായ സ്നേഹത്തോടുകൂടെ ചെയ്യണം. അതായത് ചോറ് വെക്കുന്ന കാര്യമാണെങ്കിൽ പോലും ആ ചോറ് വെക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹം നിറയണം. ഇത് എൻ്റെ കുടുംബത്തിന് വേണ്ടി കൊടുക്കുമ്പോഴേക്കും അവരുടെ ഉള്ളില് ദൈവത്തിന്റെ സ്നേഹം നിറയണം. അവരിലുള്ള എല്ലാ തിന്മകളെയും പരിശുദ്ധാത്മാവിന്റെ ആ തീക്കട്ട കൊണ്ട് കത്തിച്ചു കളയണം. എന്നില് എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷം ഉണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയാൽ കഴുകിക്കളയണം. ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകിക്കളയണം. അതായത് നമ്മുടെ മനസ്സ്, ഹൃദയവും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സും അവിടുത്തെ തന്നെയുണ്ട്. പക്ഷെ ആത്മാവ് ദൈവവുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അലസത കൂടാതെ പ്രവർത്തനങ്ങൾക്കും വിശ്രമത്തിനും സമയം കണ്ടെത്തണം. വിശ്രമം വേണം. അല്ലാണ്ട് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി അങ്ങനെ വേണമെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്യാം. കാരണം നമുക്ക് അതൊരു പരിഹാര പ്രവൃത്തിയായിട്ട് എടുക്കാം. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അതായത് രാത്രിയിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഒക്കെ ഉറങ്ങണം. അത് ശരീരത്തിന് കൊടുക്കേണ്ട വിശ്രമമാണത്. ശരീരത്തിന് കൊടുക്കണം നമ്മൾ. അത് കൊടുത്തിട്ട് എന്ന് കരുതി 8 മണിക്കൂറും 9 മണിക്കൂറും കിടന്നുറങ്ങേണ്ട കാര്യമില്ല. പക്ഷെ അതുപോലെ ഭക്ഷണം കഴിക്കണം. എല്ലാ ദിവസവും ഉപവാസം എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന്, ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് രോഗം വരുന്ന രീതിയിലല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം കഴിക്കണം. കൂടുതലുള്ളത്, അതായത് ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെ കഴിച്ച് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികള് ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ടുള്ള രോഗങ്ങളാണ്. ഭക്ഷണം ഇല്ലാത്ത പാവപ്പെട്ട ഭിക്ഷക്കാര് അവിടെ ഇവിടെയൊക്കെ ആഫ്രിക്കയിലുള്ളവർക്കൊക്കെ ചില രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവരൊക്കെ എല്ലാ കാര്യങ്ങളും, നമ്മളൊക്കെ എന്താണ്, എല്ലാവർക്കും പ്രഷർ, ഷുഗർ, പണ്ട് ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് രോഗങ്ങളായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പൊ പിന്നെ സ്റ്റാൻഡേർഡ് രോഗം എന്ന് തന്നെ പറയണ്ട, അത് എന്താണ്, ജീവിതത്തിന്റെ ഭാഗമായി. ഒരു 50 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാല് ഇതൊക്കെ ഇല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി തോന്നാൻ തുടങ്ങി നമുക്ക്. അത് എല്ലാം ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ കൂടുതൽ രോഗങ്ങളും ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കാത്തത് കൊണ്ടാണ്. ശരിയായ രീതിയിൽ, വേണ്ട രീതിയിൽ ഭക്ഷണ ക്രമീകരണം അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചാൽ തന്നെ നമ്മുടെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. വീണ്ടും പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്കും വായനയ്ക്കും വിശ്രമ സമയത്ത് ആത്മീയ കാര്യങ്ങളും ലൗകികമായ പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും സമയം കണ്ടെത്തണം. ഏതു നേരവും പ്രാർത്ഥന. കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും അപ്പൊ അതൊക്കെ അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാല് പ്രാർത്ഥന മാറിപ്പോന്നൊക്കെ ചിന്തിക്കുന്നു. അതൊക്കെ ശരിയായ ആത്മീയതല്ല. ഇവിടെയൊക്കെ ശരിക്കും ഞാനും കൂടെ ഒക്കെ കുറെ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. അതായത് നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയുണ്ട്, തമാശയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ പുളിച്ച തമാശ, ചീത്ത തമാശ പറയുന്നതല്ല, അല്ലാതെ ചിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അതായത് നമ്മളെ കുറിച്ച് തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല തമാശ നമ്മളെ കുറിച്ച് തന്നെ പറയുന്ന തമാശയാണ്. അതായത് നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ ചെയ്യുന്ന പൊട്ടത്തരമൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ ഏറ്റു പറയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ചിരിക്കണം, മറ്റുള്ളവർ ഹൃദയം തുറന്ന് ചിരിക്കും. അതേസമയം നമുക്ക് പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമാശ പറയുമ്പോഴേക്കും മറ്റുള്ളവരെ കളിയാക്കി തമാശ പറഞ്ഞ് നമ്മൾ ചിരിക്കും. അപ്പൊ അവര് വേദനിക്കുകയും ചെയ്യും, നമ്മൾ ചിരിക്കുകയും ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ശരിക്കും കുറച്ചുകൂടെ നമ്മള് അവിടെയൊക്കെ നമുക്ക് ഒരു വിവേചനം കിട്ടേണ്ടത് ആവശ്യമാണ്. അതായത് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൗനിയായിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നതോ എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതോ അതൊന്നുമല്ല. സാധാരണ ജീവിതം,
നമ്മൾ ജീവിക്കുന്ന ആ സാധാരണ ജീവിതത്തിൽ അസാധാരണമായ സ്നേഹം ഇടുന്നതാണ്. എന്നിട്ട് ഇവിടെ കൃത്യമായിട്ട് പറയുന്നതാണ്, ദൈവം നമുക്ക് ദാനമായി തന്നതാണ് സമയം. എന്നിട്ട് ശരിക്കും നമ്മളെ പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, അലസന്റെ പണിപ്പുരയാണ് അല്ല എന്താണ്, സാത്താന്റെ പണിപ്പുരയാണ് അലസതയുള്ള മനസ്സ്. അലസതയുള്ള മനസ്സെന്ന് പറഞ്ഞാൽ അവിടെ കയറി പ്രവർത്തിക്കുന്നത് സാത്താനാണ്. നമുക്ക് ബൈബിളിൽ വളരെ കൃത്യമായ ഒരു ഉദാഹരണമുണ്ട്. സിജോ, നമ്മളെപ്പോഴും അലസതയെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും പഴയ നിയമത്തിലെ ഒരു വ്യക്തിനെ നമ്മളെപ്പോഴും എടുത്ത് കാണിക്കാറില്ലേ? സിജോ എപ്പോഴും ധ്യാനം നടത്തുന്ന ആളാണ്. ദാവീദാണ്. ആരാണ് പറഞ്ഞു? ദാവീദാണ്. കറക്റ്റ്. കാരണം അത്രയും അതിനെക്കാട്ടി, കാരണം അത് കൃത്യമായിട്ട് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞേക്ക. കാരണം അങ്ങേരുടെ സൈന്യം മുഴുവൻ യുദ്ധത്തിന് പോയേക്ക. ശരിക്കും രാജാവ് യുദ്ധത്തിന് പോകേണ്ട ആളാണ്. എന്നിട്ട് യുദ്ധത്തിന് പോവാതെ ഉച്ചക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങി ഒരു 4 മണിയായിക്കപ്പോഴത്തേക്കും എഴുന്നേറ്റ് പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു പെണ്ണ് കുളിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അറിയാവുന്നതാണ്, എല്ലാ കഥയും അറിയാവുന്നതാണ്. അതായത് അലസതയിൽ നിന്നാണ് പാപം ജനിക്കുന്നത്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ അതും ഇതും ചിന്തയൊക്കെ കയറി വരും. ഈ ആവശ്യമില്ലാത്ത ചിന്തകള്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറവുകൾ, കുറ്റങ്ങൾ, ഇതൊക്കെ കയറി വരുന്ന അലസായിട്ടിരിക്കുമ്പോഴാണ്. അതേസമയം നമുക്കൊരു 100 കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനുണ്ടെങ്കിലുണ്ടല്ലോ, ഒന്ന് കഴിഞ്ഞ് അടുത്തത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അല്ലാണ്ട് നമ്മുടെ അദ്ദേഹം നമ്മളെ പറഞ്ഞ കാര്യം അതിനെക്കുറിച്ച് ഓർക്കാനൊന്നും നമുക്ക് സമയമില്ല. കാരണം നമുക്കറിയാം ഇത് കഴിഞ്ഞാൽ അടുത്തത് കാര്യം നമുക്ക് ചെയ്യാനുണ്ടെന്ന്. അപ്പം ഈ അലസത സാത്താന്റെ പണിപ്പുരയാണ്. ഇവിടെ പകനച്ചൻ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുവാണ്, ദൈവം നമുക്ക് ദാനമായി തന്നതാണ് സമയം. വർഷങ്ങള്, മാസങ്ങള്, ദിവസങ്ങള്, മണിക്കൂറുകള്, നിമിഷങ്ങള് എല്ലാം ഉപകാരപ്രദമായിട്ട് വിനിയോഗിക്കണം. അതായത് ഒരു സെക്കൻഡ് പോലും നമുക്ക് കളയാനില്ല. കാരണം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു മണിക്കൂറിലേക്ക് നമുക്ക് തിരിച്ചു ചെല്ലാൻ പറ്റൂല. നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ ട്രോള് ചെയ്ത് മറ്റേ റീൽസ്, പിന്നെന്താ ഷോർട്സ്, ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറുകൾ ബോറടിക്കാതെ കാണാനും മാത്രം കാര്യങ്ങൾ നമ്മുടെ മീഡിയകൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാനേശൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, സമയം ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് ഒരിക്കലും തിരിച്ചു ചെല്ലാൻ പറ്റൂല, സമയത്തിലേക്ക് നമുക്ക് തിരിച്ചു ചെല്ലാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ ആന്തരിക സൗഖ്യ ധ്യാനങ്ങളിലൊക്കെ നമ്മുടെ ആന്തരിക മുറിവിലോട്ടൊക്കെ നമുക്ക് തിരിച്ച്, അതായത് എൻ്റെ ചെറുപ്പത്തിലെ എനിക്ക് എൻ്റെ അമ്മയിൽ നിന്നോ അപ്പനിൽ നിന്നോ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ആ സ്നേഹത്തിലേക്ക് എനിക്ക് തിരിച്ചു ചെന്ന് അവിടെ പോയി ആ സ്നേഹം എടുക്കാനോ, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കോ അപ്പനോ എൻ്റെ പഴയ ചെറുപ്രായത്തിലേക്ക് കൊണ്ടുപോയി എനിക്ക് അന്ന് കിട്ടാത്ത സ്നേഹം തിരിച്ചു തരാനോ പറ്റൂല. പക്ഷെ ഒറ്റ ഒരാൾക്കേ അത് തരാൻ പറ്റുള്ളൂ, അത് ദൈവത്തിന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുന്നില് പാസ്റ്റും ഫ്യൂച്ചറും ഒന്നുമില്ല, എല്ലാം പ്രസന്റ് ആണ്. ദൈവം അന്നും ഇന്നും എന്നും ദൈവം തന്നെയാണ്, ദൈവത്തിന് മാത്രം. അതുകൊണ്ടാണ് ഈ സമയം നമ്മളെ സംബന്ധിച്ച് ദൈവം സമയത്തിന്റെ കൂടെ ഒരു പാക്കേജിലാണ് വിട്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പൊ എനിക്ക് തന്നിരിക്കുന്നത് ഒരു 60 വർഷമാണെങ്കിൽ ആ 60 വർഷത്തില് ഞാൻ നടക്കേണ്ട വഴികള്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങള്, ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ദൈവത്തിന്റെ മുന്നിൽ കൊടുക്കേണ്ട ഓരോ കാര്യങ്ങൾ ദൈവത്തിന് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാവണം. അല്ലാണ്ട് 5 വർഷം ഞാൻ അങ്ങനെ അത് കളഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ ഇത്ര നേരം പ്രാർത്ഥിച്ചില്ല, ഇനി അരമണിക്കൂർ ഞാൻ എന്തെങ്കിലും വേറെ സാധനം കാണട്ടെ, അങ്ങനെ വേറെ ഒന്നും കാണരുതെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ആത്മാവിനെ ക്ഷതമേൽപ്പിക്കുന്ന, നമ്മുടെ ആത്മാവിന് നന്മയ്ക്ക് ഉപകാരപ്പെടാത്ത ഒന്നും
നമ്മൾ സ്വീകരിക്കരുത്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പതിയെ പതിയെയാണ് പിശാച് നമ്മളെ ആദ്യം ഒരു 2 മിനിറ്റ് അല്ലേ നോക്ക്, ആ റീൽസ് കണ്ടു കഴിഞ്ഞാൽ 2 മിനിറ്റ് അത് കുഴപ്പമില്ല, 2 മിനിറ്റ് ഒക്കെ കുഴപ്പമില്ല, ഇതിന്റെ ഇടയ്ക്ക് 2 മിനിറ്റ് കണ്ടാലും കുഴപ്പമില്ല എന്നൊക്കെ. അങ്ങനെയാണ് ഈ നമ്മുടെ പ്രലോഭകൻ വന്ന് നമ്മളെ എപ്പോഴും പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ വളരെ ഇവിടെ മണിക്കൂറുകളും നിമിഷങ്ങളും പോലും ഉപകാരപ്രദമായിട്ട് വിനിയോഗിക്കണം. കാരണം സമയം തന്നവന് അവസാനം വളരെ അപ്രതീക്ഷിതമായ നമ്മുടെ മരണസമയത്ത് എല്ലാറ്റിനെയും കുറിച്ച് കൃത്യമായ കണക്ക് കൊടുക്കേണ്ടി വരും. എനിക്ക് ചെറുതിലേ തുടങ്ങി, അതായത് ഞാൻ ക്രിസ്ത്യൻ ധ്യാനം കൂടേണ്ട സമയത്ത് ക്രിസ്ത്യൻ ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങളെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടവകയിൽ. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ, അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് 15 വയസ്സായിട്ടുണ്ടായിരുന്നില്ല. ആ ജൂലൈയിൽ 10ാം ക്ലാസ് പാസ്സായ വർഷമാണ് എനിക്ക് 15 വയസ്സ്. ആ സമയത്ത് തുടങ്ങി ഞങ്ങൾ ക്രിസ്ത്യൻ ധ്യാനം നടത്താൻ പോകുമായിരുന്നു, സ്കൂളുകളിലും ഇടവകളിലും ഒക്കെ. അന്ന് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഞങ്ങളെക്കാട്ടിയും കുറച്ചുകൂടെ പ്രായമൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ. അവര് +2 അല്ല, അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രിക്കാരൊക്കെ ഞങ്ങളുടെ മുന്നിലിരുന്ന് ഞങ്ങൾ ക്രിസ്ത്യൻ നടത്തുമായിരുന്നു. അന്ന് തുടങ്ങിയേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ്. അതായത് സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്കും പ്രത്യേകം കുറെ കൂട്ടുകാരുണ്ട് എനിക്ക്. അതിൽ ഒരു പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനാണ് ഡൊമിനിക് സാവിയോയും ഡോൺ ബോസ്കോയൊക്കെ. ഈ ഡൊമിനിക് സാവിയോനോട് ഡോൺ ബോസ്കോ ഒരു ദിവസം പിള്ളേരെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർക്ക് ഓറത്തോറിയം ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ കളിക്കുക, അവിടെ ജീവിക്കുക, ഒന്നിച്ച് ജീവിക്കുന്നു. അവിടെ വെച്ച് ഡോൺ ബോസ്കോ ചോദിച്ചു, ഇപ്പം നിങ്ങൾ മരിക്കാൻ പോവാണ്, ഇപ്പം ലോകം അവസാനിക്കാൻ പോവാണ്, നിങ്ങൾ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം ഡോൺ ബോസ്കോ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഇത് കളിക്കാനുള്ള സമയമാണ്. അപ്പൊ കളിക്കാനുള്ള സമയം നന്നായിട്ട് കളിക്കുക, പ്രാർത്ഥിക്കാനുള്ള സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുക, പാചകം ചെയ്യാനുള്ള സമയത്ത് നന്നായിട്ട് പാചകം ചെയ്യുക, ഇനി വേറെ വൃത്തിയാക്കേണ്ട സമയത്ത് നന്നായിട്ട് വൃത്തിയാക്കുക. അതായത് എന്തിലാണെങ്കിലും ഫുൾ നമ്മുടെ 100% ഇട്ട് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അടുത്ത ഭാഗം ആരെങ്കിലും വായിക്കോ? പ്രാർത്ഥിക്കാനും വായിക്കാനുമുള്ള സമയം. പ്രാർത്ഥന, ധ്യാനം, ആത്മീയ വായനകൾ എന്നിവ മനസ്സ് സ്വതന്ത്രമായിരിക്കുന്ന ഏറ്റവും നല്ലതും ആവശ്യത്തിന് ദൈർഘ്യവുമുള്ള സമയത്താണ് ചെയ്യേണ്ടത്. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പരിശീലിക്കണം. എന്നിരുന്നാലും അതിരാവിലെയും സായാഹ്നത്തിൽ ഭക്ഷണത്തിന് മുമ്പുമാണ് കൂടുതൽ ഫലപ്രദം. ഓക്കെ, നമുക്ക് ഇനി ഇതിന് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ. അതായത് എനിക്ക് തോന്നുന്നു അച്ഛൻ ഇങ്ങനെ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമുക്ക് എല്ലാ കാര്യവും പറഞ്ഞു തരുവാണ്. പ്രാർത്ഥന, ധ്യാന, ആത്മീയ വായനകൾ. നമുക്കിപ്പം വായനകളെക്കാൾ കൂടുതൽ കേൾക്കലും യൂട്യൂബ് പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് അതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതും നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ വെക്കാം. മനസ്സ് സ്വതന്ത്രമായിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അത് അത്യാവശ്യം, അതായത് പെട്ടെന്ന് ഒട്ടും സമയമില്ലാത്തവർക്ക് 5 മിനിറ്റ് ഇടക്ക് കിട്ടുന്ന 5 മിനിറ്റ് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ എടുക്കാം. പക്ഷെ എന്നും അങ്ങനെ ആവരുത്. പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ വചനം വായിച്ച് ധ്യാനിക്കാനൊക്കെ അതിനൊക്കെ നല്ല ബെസ്റ്റ് ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റണം. ബെസ്റ്റ് ഈശോയ്ക്ക് കൊടുക്കണം. എന്തോ ആരെങ്കിലും ഇങ്ങോട്ട് പറയുന്നതാണോ? ഇല്ലല്ലേ. അപ്പൊ അതായത് ഈശോയ്ക്ക് ബെസ്റ്റ്, ദൈവത്തിന് ബെസ്റ്റ് കൊടുക്കണം, ഏറ്റവും ബെസ്റ്റ്. അതായത് കുട്ടികളൊക്കെ പറയില്ലേ, നമ്മള് മക്കളോടൊക്കെ പറയാറുണ്ട്, അതിരാവിലെ എഴുന്നേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ഇരുന്ന് വായിച്ചിട്ട് കിടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങൾ, അതായത് അതിരാവിലെ, നമുക്കറിയാം രാവിലെ എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയായിരിക്കും. അപ്പൊ എന്തെടുക്കണം? ഒരു 10-20 മിനിറ്റ് മുന്നേ എഴുന്നേറ്റ് കുറച്ചു നേരം സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തവർ അതിരാവിലെ സായാഹ്നത്തിൽ ഭക്ഷണത്തിന് മുൻപുമാണ് കൂടുതൽ ഫലപ്രദം. പക്ഷെ നമുക്ക് ഭക്ഷണത്തിന് മുമ്പ് പറ്റൂലായിരിക്കും. നമുക്കൊക്കെ
ഭക്ഷണം കഴിഞ്ഞ് ഒക്കെ എല്ലാവരും കിടക്കാൻ നേരത്ത് കിടന്നു കഴിയുമ്പോഴത്തേക്കൊക്കെ നമുക്ക് കുറച്ച് സമയം കിട്ടും. അപ്പൊ എന്തായാലും പറയാണ്, ഈ ഇടക്കൂടെ പുട്ടിന്റെ ഇടയിൽ പീര ഇടുന്ന പോലെയല്ല പ്രാർത്ഥന, അങ്ങനെയും ആവാം. പക്ഷെ പ്രാർത്ഥിക്കാനായിട്ട് ബെസ്റ്റ് സമയം കണ്ടെത്തണം. അവിടെ നമുക്ക് ഒരു നമ്മുടെ തന്നെ ഒരു അവൈലബിലിറ്റിയും കൂടെ ഉണ്ടാവണം എന്ന്. അടുത്ത ഭാഗം വായിച്ചോ. ഓരോ അഭ്യാസവും ശ്രദ്ധയോടെ ചെയ്യുന്നതാവണം. എത്ര നല്ലതും വിശുദ്ധവുമാണെങ്കിലും അശ്രദ്ധമായി ഒരു പുണ്യം അഭ്യസിക്കരുത്. അതിന് നീതിയായ ഒരു അനുപാതം ആത്മാവ് ശരീരം എന്ന പോലെ ഒന്നിനെയും അവഗണിക്കരുത്. ശരീരത്തിനെ നിഹനിക്കാതെ വേണ്ട രീതിയിൽ സംരക്ഷിക്കണം. കാരണം ആത്മാവിന് ശരീരം വേണം. ഒരു അഭ്യാസവും ശരീരത്തിനോ ആത്മാവിനോ തടസ്സമാകരുത്. വിവേകമില്ലാത്ത അഭ്യാസം അതിന്റെ പരിധി വിട്ടു കഴിയുമ്പോൾ ദൂഷ്യമായി തീരുന്നു. ഇവിടെ നല്ല മഴയാണ്. അപ്പം ഇതും അതായത് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ കൂടെ പറഞ്ഞ കാര്യമാണ്. അതായത് ശരീരത്തെ, ഒറ്റ മിനിറ്റ്, ശരീരത്തിനെ അവഗണിച്ചുകൊണ്ട് അതായത് പുണ്യ അഭ്യാസനത്തില് അശ്രദ്ധമായിട്ട് പുണ്യം അഭ്യസിക്കരുതെന്ന്. എത്ര നല്ല പുണ്യമാണെങ്കിലും, എത്ര വലിയ വിശുദ്ധമാണെങ്കിലും ഈ പുണ്യ അഭ്യാസത്തില് കൂടെയും നമ്മുടെ പ്രലോഭകര് എൻ്റെ ഇടയിൽ കൂടെ തുളച്ചു കയറി അതിനെ ഒരു ദൂഷ്യമാക്കാനായിട്ട് പരിശ്രമിക്കും. അപ്പൊ നമ്മൾ എന്തെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്കാണ് നമുക്ക് വിവേചനം വേണ്ടത്. വിവേകം വേണം. പരിശുദ്ധാത്മാവ് നമുക്ക് തരും, വിവേകം തരും. അതായത് ഒരുപാട് ഉറക്കം നിന്ന് ശരീരത്തിന് കൊടുക്കേണ്ട വിശ്രമം കൊടുക്കാതെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതായത് ശരിക്കും ഉറങ്ങണ്ട, ശരീരത്തിന് കൊടുക്കേണ്ട ഇതൊന്നും കൊടുക്കാണ്ട് പിറ്റേ ദിവസം എഴുന്നേറ്റ് നമ്മളോട് ഒരു ചെറിയ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ചാടിക്കേറി അങ്ങോട്ട് മറുപടി പറയാം. കാരണം നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട റെസ്റ്റ് കിട്ടിയിട്ടില്ല. അതായത് എപ്പോഴും ആ അനുപാതം, അതായത് ശരീരവും ആത്മാവും ഇത് രണ്ടും നമുക്ക് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് വേണം നമ്മള് പുണ്യങ്ങൾ അഭ്യസിക്കാൻ. അപ്പൊ ഇവിടെ കൃത്യമായി ഒന്നിനെയും അവഗണിക്കരുത്. ശരീരവും ആത്മാവും രണ്ടും വേണ്ടതാണ്. ഒന്നിനെയും അവഗണിക്കരുത്. ശരീരത്തിനെ നിഹനിക്കാതെ, കാരണം ശരീരം ഇല്ലെങ്കിൽ ആത്മാവില്ല. ആത്മാവിന്റെ കൂടാരമാണ് ശരീരം. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ ആത്മാവിനെ ഒരു മൺകൂടാരത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ മൺകൂടാരം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള നിധി നഷ്ടപ്പെട്ടില്ലേ. അപ്പം ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കണം, ആത്മാവിനെ ശ്രദ്ധിക്കണം. ഇത് രണ്ടും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണം. അല്ലാണ്ട് ശരീരത്തിനെ മാത്രം ഇങ്ങനെ പരിപോഷിപ്പിച്ച് ആത്മാവിനെ ശോഷിപ്പിച്ച് പോകരുത്. അതേസമയം ആത്മാവിനെ മാത്രം പരിപോഷിപ്പിച്ച് ശരീരത്തിനെ മാത്രം. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില ആത്മാക്കൾക്ക് വലിയ കൃപയൊക്കെ, നമ്മൾ ഫ്രാൻസിസ് അസീസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും, ഫ്രാൻസിസ് അസീസി മരിക്കുന്നതിന് മുന്നേ മരണസമയത്ത് കിടന്നുകൊണ്ട് ശരീരത്തിനോട് മാപ്പ് ചോദിച്ചെന്നാ പറയുന്നത്. കാരണം അസീസി കഴുതയെന്നാ വിളിച്ചുകൊണ്ടിരുന്ന ശരീരത്തിന്. അതായത് കഴുതനെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഈ ശരീരത്തിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് അസീസി. കാരണം ഫ്രാൻസിസ് അസീസി അതൊരു പരിഹാരമായിട്ട്, കാരണം ഫ്രാൻസിസ് അസീസിയുടെ മാനസാന്തരത്തിന് മുന്നേയുള്ള സമയം മുഴുവൻ ശരീരത്തിന് വേണ്ടി ജീവിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള മാനസാന്തരത്തിന് കഴിഞ്ഞിട്ടുള്ള സമയം ആത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ശരീരമാകുന്ന കഴുതനെ കൊണ്ട് പണിയെടുപ്പിച്ചു. എന്നിട്ട് അവസാനം മരണസമയത്ത് ആ മണ്ണിൽ കിടന്നുകൊണ്ട് ശരീരമാകുന്ന കഴുതനോട് മാപ്പ് ചോദിച്ചു. സോറി, ഞാൻ
നിന്നെ വേണ്ട വിധം നിന്നോട് ഞാൻ വേണ്ട രീതിയിൽ സ്നേഹപൂർവ്വം പെരുമാറിയില്ല എന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് എക്സെപ്ഷൻസ് ആണ്, ചില വലിയ വിശുദ്ധരൊക്കെ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ അറിയുന്ന വിശുദ്ധരെയൊക്കെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം അവരുടെയൊക്കെ ആത്മീയ ഗുരുക്കള് അവർക്ക് പ്രത്യേകം നിർദ്ദേശങ്ങൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് പരിഹാരം ചെയ്യുന്നതിനെ കുറിച്ചും ഒരുപാട് ഇത് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. കാരണം രണ്ടും ആവശ്യമാണ്. ഈ അച്ഛൻ വളരെ വിവേകത്തോടുകൂടെ നമ്മളെ പഠിപ്പിക്കുവാണ്. അങ്ങനെ ഇത് എന്താ പറയാ, 3-ാമത്തെ അധ്യായം കുറച്ചേ ഉള്ളെങ്കിലും ഞാൻ ഒരുപാട് സംസാരിച്ച് സോറി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തേലും മനസ്സിലായോ? ഞാൻ കുറെ നേരം എന്തൊക്കെയോ പറഞ്ഞു. പറഞ്ഞതൊക്കെ വല്ല ഉപകാരമുള്ള കാര്യമായിരുന്നോ? എന്ത് പറയുന്നു? എന്തേലും പറയ്. സുഖമാണെന്നോ സന്തോഷമാണെന്നോ? കുഴപ്പമില്ല, ഇങ്ങനെ എന്താ പറയാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തോ അതായത് ഈ വിശുദ്ധരായിട്ടുള്ളവരൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ എല്ലാ വിശുദ്ധരെയും കുറിച്ച് പറയുമ്പോഴും അവർ പറയുന്നത് അവര് ശരീരത്തിനെ പീഡിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാതെ, അല്ലെങ്കിൽ മുള്ളുവേലി കമ്പി കെട്ടിക്കൊണ്ട് ശരീരത്തിനെ പീഡിപ്പിച്ചുകൊണ്ട് അവര് പരിഹാരം ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് ഇതായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് അങ്ങനെ ചേരാണ്ട് വരില്ലേ? അത് ചേരാതെ വരികയല്ല ശരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ ഫാത്തിമയിലെ 3 കുഞ്ഞുങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആ ജച്ചീന്തയും ഫ്രാൻസിസ്കോയൊക്കെ കുഞ്ഞുങ്ങള്, അവർക്കൊന്നും ആത്മീയ പിതാക്കന്മാരൊന്നും ഇല്ലായിരുന്നു. അവരറിയുന്ന രീതി, കാരണം അവര് നരകം കണ്ടു. കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവരുടെ ആഗ്രഹം മുഴുവൻ എങ്ങനെയെങ്കിലും തങ്ങൾക്ക് പറ്റുന്ന അത്രയും പരിഹാരം ചെയ്ത് നരകത്തിൽ പോവാതെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ശരിക്കും ഇവിടെ അച്ഛൻ നമുക്ക് തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ ഒരു ആത്മീയ പിതാവാണ്. അച്ഛൻ നമുക്ക് തരുന്ന ഉപദേശങ്ങള് നമ്മളുടെ ഒരു ശരി, അതായത് ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഫ്രാൻസിസ്കോയും ജച്ചീന്തയും മരിക്കും എന്ന് മാതാവ് പറഞ്ഞായിരുന്നു. അതായത് അവര് ഇത് കഴിഞ്ഞ് കുറച്ച് നാള്, ഒരു 2 വർഷം ഏതാണ്ട് ജീവിച്ചിട്ടുള്ളൂ രണ്ടുപേരും. അതായത് ജച്ചീന്തയാണ് അവസാനം മരിച്ചത്. ആദ്യം ഫ്രാൻസിസ്കോ മരിച്ചു, അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ജച്ചീന്തയും മരിച്ചു. അപ്പൊ ഇവര് ജീവിച്ച കാലത്ത് അവർക്ക് പറ്റുന്നിടത്തോളം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരെ പോലെയുള്ള കുട്ടികളല്ലല്ലോ. നമ്മള് നിരന്തരം നമ്മള് ലോകത്തിൽ ഇടപഴകി ജീവിക്കുന്നവരാണ്. അപ്പൊ നമ്മളോട് അങ്ങനെ അതല്ല ശരിക്കും വിവേകപൂർവമായ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കലല്ല. കാരണം നമുക്ക് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേക്കും നമ്മളെ കണ്ട് മറ്റുള്ളവർക്ക്, അതായത് മറ്റുള്ളവർ നോക്കുമ്പോഴേക്കും നമ്മൾ സാധാരണക്കാരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നമ്മൾ ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ഇവരിൽ വേറെ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അവിടെ ആത്മാവിനെ കണ്ടെത്തണം. അതായത് അവർക്കും കൂടെ അനുകരിക്കാവുന്ന രീതിയിൽ ഒരു ജീവിത സാക്ഷ്യമായിട്ട് നമുക്ക് മാറാൻ പറ്റണം. മനസ്സിലായ? അല്ലാതെ നമ്മളിപ്പം ഫ്രാൻസിസ് അസീസി അധികായൻ, അദ്ദേഹത്തിനെ പോലെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. ഈ പഗാനിയച്ചൻ ജീവിച്ചത് 3 വർഷം ഒരു വലിയ ഒരു ഗുഹയിലായിരുന്നു. ഇവിടെ ഞങ്ങളുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇറ്റലി തന്നെ, വിച്ചൻസയില്. അവിടെ, അതായത് ഗുഹയില് 2 വർഷത്തോളം താമസിക്കാനായിട്ട് അവിടെ പോയി. പക്ഷെ അവിടെ നമ്മുടെ അവിടെ ഗുഹയിൽ താമസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, വല്ല പാമ്പിനെ തേളിനെയൊക്കെ പേടിച്ചാൽ മതി. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് 1500കളില് തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇപ്പൊ തന്നെ തണുപ്പത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്നത്തെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സമയത്തൊക്കെ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഗുഹ, ഈ കല്ല് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കുന്ന്, അതില് കുറച്ച് ഇതൊക്കെ അടന്നു പോയി ഉണ്ടായിരിക്കുന്ന ഒരു ഗുഹ. അതിൻ്റെ അകത്ത് വാതിലും ജനലും ഒന്നുമില്ല. അവിടെ തന്നെ നിൽക്കുന്ന, കല്ലിൽ കിടക്കുന്ന, അങ്ങനെ 6 മാസം 6 മാസം ജീവിച്ച്. അത് അപ്പോഴേക്കും ക്ഷയരോഗം വന്നു. അദ്ദേഹത്തിന് ക്ഷയരോഗം ഉണ്ടായിരുന്നു. അപ്പൊ മറ്റേ സുപ്പീരിയർ തിരിച്ചു വിളിച്ചു. എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. അതും ഇങ്ങനെ, അതായത് ഒരു ചെറിയ മുറി മാത്രമുണ്ട്. അവിടെ പറയുവാണ്, അച്ഛൻ വൈകുന്നേരം ഇവര് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് കിടക്കാൻ പോകുമ്പോഴേക്കും അച്ഛൻ അവിടെ ഒരു ചാപ്പൽ, ഒരു പ്രയർ റൂം, ഒരു റൂമാണ്. അതിൽ വേറെ ഒന്നുമില്ല, ഒരു റൂം മാത്രം. അവിടെ ഒരു മതിലയിൽ ഒരു കുരിശ് വരച്ചിട്ടുണ്ട്. കുരിശയിൽ ഇങ്ങനെ 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 ആരോ മാർക്ക്, അതിന്റെ പടം ഇവിടെ ഉണ്ട്. അത് നോക്കി അതിന്റെ മുന്നിൽ ഇങ്ങനെ അച്ഛൻ മുട്ടുകുത്തി നിൽക്കണ കാണാം. രാവിലെ ഇവർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ആ ഇരിപ്പാണ്, ആ മുട്ടുകുത്തി നിൽക്കുന്നത് തന്നെ അവർ പിന്നെയും കാണുന്നത്. അതായത് ഈ അച്ഛന് ഇതുപോലെ ഭയങ്കര മിസ്റ്റിക്കായിട്ട് ജീവിച്ച അച്ഛനാണ്. പക്ഷെ അച്ഛൻ സ്ഥാപിച്ച സഭയാണ് ഞങ്ങളുടേതും. അതുപോലെ എന്താണ് കുരിശിന്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞിട്ട് അവർക്കും അച്ഛൻ നിയമാവലി എഴുതിയപ്പോഴേക്കും അച്ഛൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ അല്ല അനുകരിക്കേണ്ടത്. അച്ഛൻ നിയമാവലി എഴുതി കൊടുത്തത് നമുക്ക് ഈ തന്ന പോലെയാണ്. അതായത് നമ്മളിപ്പൊ പഠിക്കുന്ന ഈ പുസ്തകമില്ലേ, ഇത് ശരിക്കും അൽമായര് എങ്ങനെ, അതായത് മറ്റ് സമർപ്പിതരല്ലാത്ത അൽമായര് എങ്ങനെ പുണ്യപൂർണതയിൽ എത്താൻ പറ്റും, എങ്ങനെ ജീവിച്ച് പുണ്യപൂർണതയിൽ എത്തണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ പുസ്തകമാണ്. അപ്പൊ ഈ അച്ഛൻ ഇതൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല, അച്ഛൻ ഇതൊക്കെ ജീവിച്ചു. പക്ഷെ അച്ഛൻ അറിയാം ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. പക്ഷെ എല്ലാവർക്കും വിശുദ്ധിയിലേക്ക് എത്താൻ പറ്റും. അതിനു വേണ്ടിയുള്ള വഴിയാണ് അച്ഛൻ എഴുതിയ പുസ്തകത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നോ പറയുന്നുണ്ടോ? നമുക്കെന്നാ പ്രാർത്ഥിച്ച് നിർത്തിയാലോ? ഓക്കെ. ബിജിന ഇന്ന് മറ്റേ അച്ഛൻ ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. ബിജിനച്ഛൻ ഉണ്ടല്ലോ അല്ലേ? ബിജിനച്ഛനുണ്ട്. ബിജിനച്ഛൻ പോയോ എൻ്റെ അടുത്ത്? ഇല്ലെന്ന് തോന്നണല്ലേ? നേരത്തെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനെ ഞാൻ അറിയുന്നത്, അച്ഛൻ അങ്ങനെ അധികം ആൾക്കാരുടെ മുന്നിലൊന്നും പ്രത്യക്ഷപ്പെടാനായിട്ട് ഇഷ്ടമില്ലാത്തൊരു അച്ഛൻ, അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ആരെങ്കിലും പ്രാർത്ഥിക്കുവോ? ഞാൻ അറിയുന്ന സിജോ പ്രാർത്ഥിക്കോ? സിജോ. ശരി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ഇന്ന് ഞങ്ങൾക്ക് അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഞങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പകാനി അച്ഛനിലൂടെ പറഞ്ഞു തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്രകാരം പ്രാർത്ഥിക്കണം, എങ്ങനെയാണ് നിരന്തരം പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടി എങ്ങനെയാണ് സമയമെല്ലാം ക്രമീകരിക്കുന്നത്, വായനയ്ക്കും ആത്മീയ വായനകൾക്കും മറ്റു കാര്യങ്ങൾക്കും എങ്ങനെയാണ് സമയം കണ്ടെത്തേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്ന പരിശുദ്ധാത്മാവെ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഇതനുസരിച്ച് ക്രമീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പാപികളും ബലഹീനരുമായ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ആത്മീയമായി ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ 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 പോലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും എപ്പോഴും എന്നേക്കും എന്നേക്കും ആമേൻ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും 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 സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ട്. അപ്പം